ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷൻ ആണ് ഉടനെ എടുക്കുന്നത്? ഓക്കെ, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ മേ ബി നിങ്ങളുടെ വ്യക്തിയെ മറ്റ് വ്യക്തികൾ വളരെ ശക്തമായിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഈ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പോലും കാണാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണോ ഈ വ്യക്തിയെ ശക്തമായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റി കൊണ്ടുപോകുന്നത്, ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു ഫ്രീഡം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം, ആ ഒരു വിശ്വാസ്യത ഒക്കെയും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നൽകണമെന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യം അവർക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അവര് നിങ്ങളെ ഉപേക്ഷിച്ചതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചതായിരിക്കാം. അവർ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം. പക്ഷെ അവരിപ്പോഴാണ്, മേ ബി നിങ്ങൾ തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസിലായ സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് നിങ്ങളില്ലാണ്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. നിങ്ങൾ എപ്പോഴും അവരുടെ അരികിൽ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. അതുപോലെ നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ആയ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയ സമയം മുതൽ അവർക്കൊരു അവേക്കനിങ് ഉണ്ടാവുന്നത് നിങ്ങളുടെ സാമീപ്യമാണ് അവരുടെ ലൈഫിലെ എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റിവിറ്റി നൽകിയിരുന്നത്. നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ ആ ഒരു പോസിറ്റീവ് എനർജി എന്നവർ മനസ്സിലാക്കുന്നു. ഓക്കെ, കുറച്ച് പേരെങ്കിലും ഒരു ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ജേർണിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് ഈ ഒരു ഒറ്റപ്പെടല് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഈ ഏകാന്തത അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഈ ഒരു അവഗണന നിങ്ങൾക്ക് ഒട്ടും തന്നെ എന്താണ് സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക്. അത്രയധികം പെയിൻഫുൾ ആണ്, അത്രയും ഒരു ബ്രോക്കൺ ഹാർട്ട് സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളത്. അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില ഡിസിഷൻസ് എടുക്കാനായിട്ട് ആ ഒരു സമയത്ത് കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നത് ദിസ് കുഡ് ബി ദ വൺ. ഓക്കെ, നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് വരേണ്ട വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമാണ് അവരുടെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു ഡിസിഷനാണ് ഈ വ്യക്തി എടുക്കുന്നത്. കാരണം മറ്റൊരു സാഹചര്യത്തിനും ആ സാഹചര്യത്തിലൂടെയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. മേ ബി അവർക്കൊരു ബെറ്റർ ജോബ് ലഭിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒത്തിരി സെറ്റിൽ ആയിട്ടുണ്ടാവാം. പക്ഷെ എങ്കിലും നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്ത സാഹചര്യത്തിൽ അവരുടെ ലൈഫിൽ ഒരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെ അവർ നേടിയെടുത്തിട്ടും അവർക്ക് ആ ഒരു ഡാർക്ക്നെസ്സിലാണ്, അല്ലെങ്കിൽ ഒരു ശൂന്യതയിലാണ് അവരുള്ളത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവരുടെ ഇൻറ്റ്യൂഷൻസ് ആണ് അവരിപ്പോൾ വിശ്വസിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ അവർക്കൊരു അവേക്കനിങ് ഉണ്ടാവണം, ഒരു റിയലൈസേഷൻ ഉണ്ടാവാണ് നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ വ്യക്തി എടുക്കുന്നത്. എന്ത് സാഹചര്യം വന്നിരുന്നാലും, ആരെല്ലാം ഈ റിലേഷൻഷിപ്പിനെ എതിർത്തിരുന്നാലും, ഈ ഒരു വ്യക്തി തന്നെയാണ് എൻ്റെ ലൈഫ് ലോങ് എന്നോടൊപ്പം ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു ഡിസിഷൻ ഇവര് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു സ്ട്രോങ് ആയിട്ട് അവർ ആ ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്ന് ഈ വ്യക്തി തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സമയത്ത് അവർ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് നൽകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു കമ്മിറ്റ്മെന്റ് നൽകണം എന്ന് ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിൽ അവരുടെ ഭാഗത്ത് നിന്നും സംഭവിച്ചു പോയ തെറ്റുകൾ എല്ലാം നിങ്ങൾ മറക്കണമെന്നും ആ ഒരു കാര്യമെല്ലാം ലൈഫിൽ നിന്ന് തന്നെ റിലീസ് ആവണമെന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ
ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനാണ് ഇപ്പോൾ ഡിസിഷൻ എടുത്തിരിക്കുന്നത്. നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് തന്നെ, അതായത് നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്ത് എങ്ങനെയാണോ ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നത്, ആ ഒരു രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു നിമിഷത്തിൽ ഈ വ്യക്തി ഒരു മിറാക്കിൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത്രമാത്രം വളരെ ഉറച്ച ഒരു തീരുമാനമാണ് ഈ വ്യക്തി എടുത്തിട്ടുള്ളത്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള കാർഡ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി, യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യാണ്. നിങ്ങൾ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. അതെല്ലാം ഈ വ്യക്തി ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു, ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യാണ്. അത്രയും അവർ ചേഞ്ച് ആവുകയാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് സാഹചര്യങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോയതായിരിക്കാം. നിങ്ങളിൽ നിന്നും ഡിസ്റ്റൻസ് ക്രീപ്പ് ചെയ്ത് പോയതായിരിക്കാം. പക്ഷെ ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അത്രയും ഹാർഡ് ആയിട്ടുള്ള ലെസൺസ് ആണ് ഈ ഒരു നിമിഷം അവർക്ക് അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവർ തീർച്ചയായിട്ടും ചേഞ്ച് ആവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു ഫ്രീഡം ഉണ്ടാവണം, നിങ്ങളിലേക്ക് തിരികെ വരണം എന്നൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. വളരെ കണക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഐ കാൺട്ട് ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം ഇനിയും തുടർന്നു പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സെപ്പറേഷൻ അത്രയും അവർക്ക് വേദന കൊടുക്കുന്നുണ്ടാവാം. ഓക്കെ, ഐ വിഷ് ടു റീസ്റ്റാർട്ട് എ സോളിഡ് റിലേഷൻഷിപ്പ് വിത്ത് യു മൈ ലവ്. ഓക്കെ, തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടുള്ള ഒരു സോളിഡ് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, ഐ നോ യുവർ ഫീലിങ്സ് ആൻഡ് യു ആർ വെയിറ്റിംഗ് ഫോർ മീ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവർക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. ഐ ഫീൽ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ വിത്ത് യു, ഐ മിസ് യു ഡിയർ. വീണ്ടും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നവർ പറയുകയാണ്. അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയം, ആ ഒരു കണക്ഷൻ ഒക്കെ അവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം അഫ്രൈഡ് ഓഫ് ഹേർട്ടിങ് യു, സോ ഐ കീപ് മൈ ഡിസ്റ്റൻസ് ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ടു മേക്ക് യു സാഡ്. ഓക്കെ, യെസ്, ഡെഫിനറ്റ്ലി അവർ നിങ്ങളിൽ നിന്നും അവരായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയതാണ്. അവരുടെ സിറ്റുവേഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് പ്രോബ്ലംസ് കൊണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊണ്ട് അവർ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതാണ്. നിങ്ങളെ ആ ഒരു സമയത്ത് നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് അവർ ചിന്തിച്ചിരുന്നില്ല. നിങ്ങളെ ഒട്ടും തന്നെ എന്താണ് സങ്കടപ്പെട്ട് കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുമില്ല. ഓക്കെ, ഐ മിസ് യു, നിങ്ങളെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,